മുംബൈയിലെ ബെസ്റ്റ് ബസ് സർവീസ്, ടാക്സി സർവീസ്, ഫെറി സർവീസ് തുടങ്ങി മുംബൈ റെയിൽവേ സിസ്റ്റവും എയർപോർട്ടുകളെ പറ്റിയൊക്കെ ഒരു വീഡിയോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂലേ? ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. ഇതാണ് നമ്മുടെ മുംബൈ ട്രിപ്പിന്റെ 4th എപ്പിസോഡ്. ആദ്യത്തെ 3 എപ്പിസോഡ്സ് കണ്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ മുംബൈയിലെ പ്രധാനപ്പെട്ട റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആണ് പറഞ്ഞത്. എലിഫന്റ കേവ്സും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് മുംബൈയിലെ കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഇൻക്ലൂഡിംഗ് റെയിൽവേ സോൺസ്, മോണോറെയിൽ, മെട്രോ, ബസ്സസ്, ഈവൻ ദി ടാക്സി സർവീസ് ആൻഡ് ഫെറി സർവീസ്. സോ ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ. മുംബൈയിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ മുംബൈയിൽ പോയാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും കാണാൻ വേണ്ടി പറ്റും. എന്നാലും മുംബൈയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് റെയിൽവേ സിസ്റ്റം തന്നെയാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 4 രീതിയിലുള്ള റെയിൽവേ സിസ്റ്റം ഉണ്ട് മുംബൈ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുംബൈ സബർബൻ. അതുപോലെ മറ്റുള്ള റെയിൽവേ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന സാധാ എക്സ്പ്രസ് ട്രെയിനുകൾ, മെട്രോ, അതുപോലെ മോണോറെയിൽ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുംബൈയിൽ തന്നെ 2 സോൺ ഉണ്ട്. ഒന്ന് ചർച്ച് ഗേറ്റ് ആസ്ഥാനമായ വെസ്റ്റിലേക്ക് പോകുന്ന വെസ്റ്റേൺ റെയിൽവേ, അതിലും സബർബൻ ഉണ്ട്. പിന്നെ മുംബൈയിലെ CST ആസ്ഥാനമായിട്ടുള്ള സെൻട്രൽ റെയിൽവേ. അറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ സൗത്തേൺ റെയിൽവേ ആണ്. അതുപോലെ മുംബൈയിൽ ഈ 2 സോണുകളാണുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന കൊങ്കൺ റെയിൽവേ. മുംബൈൻ്റെ തൊട്ടടുത്ത സ്ഥലമായ പനവേൽ വരെയാണുള്ളത്. നിങ്ങൾക്ക് അറിയായിരിക്കും, മുമ്പ് അത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ തന്നെ ഏറ്റെടുത്തു. പിന്നെ പറയാനുള്ളത്, ഈ സബർബൻ തന്നെ 3 ലൈൻ ഉണ്ട്. വെസ്റ്റേൺ ലൈന്, സെൻട്രൽ ലൈന്, അതുപോലെ ഹാർബർ ലൈന്. ഇതിൽ സെൻട്രൽ ലൈനും ഹാർബർ ലൈനും സെൻട്രൽ റെയിൽവേൻ്റെ കീഴിലാണ്. അതുപോലെ വെസ്റ്റേൺ ലൈന് വെസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിലും. പിന്നെ ഇതൊക്കെ സെപ്പറേറ്റ് ലൈനായിട്ടാണ്. എക്സ്പ്രസ് ട്രെയിനുകൾക്ക് 2 ട്രാക്കും സബർബൻ ട്രെയിനുകൾക്ക് 2 ട്രാക്കും. അങ്ങനെ മൊത്തത്തിൽ 4 ട്രാക്കാണ് വെസ്റ്റേൺ ലൈനിലും സെൻട്രൽ ലൈനിലും ഉള്ളത്. എന്നാൽ ഹാർബർ ലൈനിൽ സ്ലോ ട്രാക്കായിട്ടുള്ള 2 ട്രാക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു റെയിൽവേ സിസ്റ്റമാണ് മുംബൈയിലുള്ളത്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ സിംഗിൾ ലൈൻ ആയിരുന്നു. ഉപ്പാപ്പാൻ്റെ ഒക്കെ തലമുറയിൽ സിംഗിൾ ലൈനും ഇലക്ട്രിക് അല്ലാത്ത ട്രെയിനൊക്കെ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. നമ്മുടെ തലമുറയിൽ ഇപ്പോൾ ഇലക്ട്രിക്കായ ഡബിൾ ട്രാക്കുള്ള ട്രെയിനുകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. മുംബൈയിൽ കുറേ മുമ്പ് മുതൽ തന്നെ 4 ട്രാക്കും ഇലക്ട്രിക് വണ്ടിയൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്നും നല്ല വ്യത്യാസമുള്ളൊരു കാര്യമാണ്. അതുപോലെ അവിടുത്തെ ഒരുവിധം റെയിൽവേ സ്റ്റേഷൻസൊക്കെ വലിയ റെയിൽവേ സ്റ്റേഷൻസാണ്. 8ഉം 10ഉം പ്ലാറ്റ്ഫോമൊക്കെ ആണുള്ളത്. അതുപോലെ CSTയിലാണെങ്കിൽ 18 ട്രാക്ക് തന്നെ ഉണ്ട്. CSTയിലേക്കും നമ്മൾ പോകുന്നുണ്ട്. അന്നേരം ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. നമ്മൾ മുംബൈയിൽ പോയാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് CST റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ ആ ഏരിയയും അത്രയും പ്രധാനപ്പെട്ടതാണ്. യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതാണ് CST റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ ടെർമിനസ് തന്നെ മുംബൈയിൽ കുറേ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CST തന്നെയാണ്, ഛത്രപതി ശിവജി ടെർമിനസ്. പിന്നെ LTT, ലോകമാന്യ തിലക് ടെർമിനസ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ട്രെയിനുകൾ പൊതുവെ ഇവിടെയാണ് എത്താറുള്ളത്. അതും വലിയൊരു സ്റ്റേഷനാണ്. പിന്നെ ബാന്ദ്ര ടെർമിനസ് ഉണ്ട്. അതുപോലെ ദാദർ. വെസ്റ്റേൺ ഭാഗത്തേക്കുള്ള ഒരുപാട് ട്രെയിനുകൾ ദാദർ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മുംബൈയിൽ നോക്കുകയാണെങ്കിൽ ഇനിയും കുറേ ടെർമിനസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞത്. മെട്രോ ആണെങ്കിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരുപാട് ലൈന് അവരുടെ പ്ലാനിങ്ങിലുണ്ട്. 1ഓ 2ഓ ലൈന് മാത്രമേ ഇപ്പോൾ ഓപ്പറേറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ കൺസ്ട്രക്ഷൻ ലെവലിലാണ്. മോണോറെയിലും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഈ മെട്രോ, മോണോറെയിൽ, അതുപോലെ മുംബൈ സബർബനൊക്കെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എപ്പിസോഡ് 1ൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണാം. ഏകദേശം 63 ലക്ഷം പാസഞ്ചേഴ്സിനെയാണ് മുംബൈ സബർബൻ ഓരോ ദിവസവും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേനെ പറ്റി ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബസ് ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയാം. ബോംബെയിലെ മൊത്തം ട്രാൻസ്പോർട്ടേഷൻ്റെ 88% ബോംബെ സബർബനും പിന്നെ ബോംബെയിലെ ബസ് സർവീസ് ആയിട്ടുള്ള ബെസ്റ്റും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ബെഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് എന്നാണ് ബെസ്റ്റിൻ്റെ ഫുൾ ഫോം. ബോംബെയിൽ ഒരുവിധം എല്ലാ മുക്കിലും മൂലയിലേക്കും ബസ് സർവീസ് ഉണ്ട്. ഷോർട്ട് സർവീസ് യാത്രയ്ക്ക് ഏറ്റവും നല്ലത് ബസ് സർവീസാണ്. നമ്മളും അവിടുന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ലോക്കൽ ട്രാൻസ്പോർട്ട് ബസ് സർവീസ് തന്നെയാണ്. ചെറിയ പൈസയേ ഉള്ളൂ. 5 രൂപയാണ് മിനിമം ചാർജ്. ഒരുവിധം എല്ലാ ഡിസ്റ്റൻസിലേക്കും 5 രൂപയ്ക്ക് പോകാൻ പറ്റും. പിന്നെ AC ബസ് ഉണ്ട്.
AC ബസ്സിന് ജസ്റ്റ് 6 രൂപയേ ഉള്ളൂ. 1 രൂപ അധികം കൊടുത്താൽ തന്നെ നമുക്ക് നല്ല സുഖത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നും കൂടിയാണ് ബസ്. എപ്പോഴും സീറ്റും ഉണ്ടാവും, അതുപോലെ എല്ലാ റൂട്ടിലേക്കും ബസ്സും ഉണ്ട്. പിന്നെ ഇതേ 5 രൂപ 6 രൂപ കൊടുത്താൽ AC ഉള്ള ഡബിൾ ഡെക്കർ ബസ്സിലും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇത് ഡബിൾ ഡെക്കർ ആണ് കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഓട്ടോറിക്ഷനെ പറ്റിയും ടാക്സിനെ പറ്റിയുമാണ് കേട്ടോ. ഇവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് മുംബൈൻ്റെ സൗത്തിലേക്ക് അലൗഡ് അല്ല, ടാക്സി മാത്രമേ അങ്ങോട്ടേക്ക് പോകൂ. പിന്നെ വളരെ ചീപ്പാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ചെറിയ പൈസ ഉള്ളൂ. ഇവിടെ CNG ആണ് ഉപയോഗിക്കാറുള്ളത്, പെട്രോൾ അല്ല, എയർ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാക്സിനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. ഇനി പറയാനുള്ളത് മുംബൈ എയർപോർട്ടിനെ പറ്റിയാണ്. എയർപോർട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടാണ് ബോംബെ എയർപോർട്ട്. അന്തേരിക്ക് അടുത്താണത്. പണ്ട് കാലത്തൊക്കെ നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് ഗൾഫിലേക്ക് പോകണമെങ്കിൽ അവർ ഇവിടുന്ന് ബസ്സിലോ ട്രെയിനിലോ മുംബൈയിലേക്ക് പോയി അവിടെ നിന്നാണ് പ്ലെയിനിൽ ഗൾഫിലേക്ക് പോയിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മുംബൈ നമുക്ക് ഇത്ര പ്രധാനപ്പെട്ട സ്ഥലമായതും. നമ്മളെ നാട്ടിലൊന്നും ആ സമയത്ത് വേറെ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് മുംബൈ എയർപോർട്ട്. ഛത്രപതി ശിവാജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പേര്. ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ബിസിയസ്റ്റ് എയർപോർട്ടാണിത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള രണ്ടാമത്തെ എയർപോർട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാൻ ഇനിയും കുറേ ഉണ്ട്. ഇത് എയർ ഇന്ത്യ സെക്കൻഡറി ഹബ്ബാണ്. അതുപോലെ വിസ്താര എയർ, പിന്നെ ഇപ്പോൾ അടുത്ത് തുടങ്ങിയ ആകാശ് എയർ, അതിൻ്റെയും ഹബ്ബാണ്. പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എയർലൈനായ സ്പേസ് ജെറ്റ്, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് ബേസും മുംബൈ എയർപോർട്ട് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഒരു പുതിയ എയർപോർട്ടും കൂടി വരുന്നുണ്ട് പനവേലിൻ്റെ അടുത്തായിട്ട്. അത് ഈ 2025 ഈ വർഷത്തോടു കൂടി ഓപ്പൺ ആക്കാനുള്ള കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ മുംബൈ എയർപോർട്ടിൻ്റെ കുറേ തിരക്കൊക്കെ കുറക്കാൻ വേണ്ടി പറ്റും. മുംബൈയിലുള്ള എയർപോർട്ടുകളെ പറ്റി പറയുമ്പോൾ പറയേണ്ട ഒന്നാണ് ഇവിടെയുള്ള ജുഹു എയറോഡ്രോമിനെ പറ്റിയിട്ട്. ഇത് ചെറിയൊരു എയർപോർട്ടാണ്, അങ്ങനെ കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയാത്തൊരു എയർപോർട്ടാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം വന്ന എയർപോർട്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇപ്പോഴും പ്രവർത്തനമുണ്ട്. നിങ്ങൾക്കറിയുമോയെന്നറിയില്ല, പവൻ ഹാൻസ് എന്ന് പറഞ്ഞൊരു ഹെലികോപ്റ്റർ സർവീസിൻ്റെ ഹബ്ബാണ് ജുഹു എയറോഡ്രോം. ഇത് ജുഹു ഏരിയയിലാണ് വരുന്നത്, ജുഹു ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ട്. ജുഹു ബീച്ചിലും നമ്മൾ പോകുന്നുണ്ട്, അപ്പോൾ അതിനെപ്പറ്റി പറയാം. ജുഹു ബീച്ചിൽ പോയാൽ നമുക്ക് ഇതുപോലെ ഈ എയർപോർട്ടിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ ആയ ഹെലികോപ്റ്ററും എയറോപ്ലെയിനൊക്കെ വലുതായിട്ട് കാണാൻ പറ്റും. നമ്മൾ അവിടുന്ന് കുറേ കണ്ടു. ഒരുപാട് പ്ലെയിനും ഹെലികോപ്റ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എയർപോർട്ടിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഫെറി സർവീസിനെ പറ്റിയിട്ടാണ്. ഫെറി സർവീസ് ഇവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യ മുതൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ എലിഫൻ്റ് കേവ് വരെയാണ്. ഇതിപ്പോൾ കാണുന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യൻ്റെ അടുത്ത് പോയപ്പോൾ എടുത്തതാണ്. അവിടത്തേക്കും നമ്മൾ പോകുന്നുണ്ട്. അന്നേരം ഇതിനെക്കുറിച്ച് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ സീപോർട്ടിനെ പറ്റി പറയാം. മുംബൈയിൽ പ്രധാനമായും 2 സീപോർട്ടാണുള്ളത്. ഒന്ന് മുംബൈ പോർട്ട് ട്രസ്റ്റ് എന്ന് പറയുന്ന മുംബൈ പോർട്ട്. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നാച്ചുറൽ പോർട്ടും കൂടിയാണ്. അതുപോലെ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, അവരും ഇവിടെ തന്നെയാണ്. പിന്നെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് JNPT, അത് നവി മുംബൈയിലാണ്. ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോർട്ടും കൂടിയാണിത്. അപ്പോൾ സീപോർട്ടുകളെ കുറിച്ചും ഇത്രേ പറയാനുള്ളൂ. അങ്ങനെ നമ്മുടെ മുംബൈ ട്രിപ്പിൻ്റെ പാർട്ട് 4ഉം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ റെയിൽവേ സിസ്റ്റം, സബർബൻ, മോണോറെയിൽ, മെട്രോ, എക്സ്പ്രസ് ട്രെയിനുകൾ, ഫെറി സർവീസ്, ഓട്ടോറിക്ഷ, ടാക്സി സർവീസ്, എയർപോർട്ട്, ബസ് സർവീസ് തുടങ്ങി ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിനെ പറ്റി പറഞ്ഞു. അതുകൂടാതെ അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത അവിടെയുള്ള ജുഹു എയറോഡ്രോമിനെ പറ്റിയും സീപോർട്ട്, ടെർമിനസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത പാർട്ടിൽ ഇൻഷാല്ലാ ഇന്ത്യ ഗേറ്റും താജ് ഹോട്ടലും നേരത്തെ പറഞ്ഞ CST റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടാവും. നമ്മുടെ ബാക്കി വിശേഷങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒന്നും മറക്കണ്ട. അപ്പോൾ ബൈ.